ഹായ്, ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിലെ ക്ഷേത്ര ഉത്സവങ്ങളിൽ ഒരു മുഖ്യ ആകർഷണം എഴുന്നള്ളത്താണ്. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ ആ ഡയറ്റിയുടെ തിടം പേറ്റിക്കൊണ്ട് ക്ഷേത്ര പ്രദക്ഷിണം നടത്തുന്നു. മേളവാദ്യങ്ങളുടെ അകമ്പടിയോടെ. ക്ഷേത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ആനകളുടെ എണ്ണം കൂടിയും കുറഞ്ഞും ഇരിക്കും. ആനകൾ നെറ്റിപ്പട്ടം കെട്ടി ഇങ്ങനെ നിരന്ന് ചെവിയായിട്ട് നിൽക്കുന്നതും, ആനപ്പുറത്താണെങ്കിൽ മുത്തുക്കുടകൾ, തിടമ്പ്, ആലവട്ടം, വെഞ്ചാമരം, ഫ്രണ്ടിൽ അതിഗംഭീര മേളം, കാണാൻ ആയിരക്കണക്കിന് ആളുകൾ. ഈ എഴുന്നള്ളത്തിൻ്റെ ഒരു പിന്നാമ്പറ കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇത് തിടമ്പുള്ള ആനയുടെ പുറത്ത് 4 പേരാണ്. മറ്റ് ആനകളുടെ പുറത്ത് 3 പേര്. ഒരാൾ കുട പിടിക്കാനും 2 പേര് ആലവട്ടം, വെഞ്ചാമരം. ഇത് ഉയർത്തി വീശാനും. എങ്ങനെയാണ് ഇവരിന്ന് കയറുന്നതെന്ന് നോക്കുക. ആനപ്പുറത്തൊന്ന് കയറാൻ ആഗ്രഹിക്കാത്തവരായിട്ട് കേരളത്തിൽ ആരും ഉണ്ടായിരിക്കില്ല. എന്നാൽ ഈ ആലവട്ടവും വെഞ്ചാമരം, മുത്തുക്കുടയൊക്കെ പിടിക്കുന്ന ആൾക്കാർ ഇവർ വളരെ അഭ്യാസികളാണ്. നോക്കൂ എങ്ങനെയാണ് അവർ കയറുന്നത്. ഇതൊരു സ്കില്ലാണ്. പിന്നെ അതിൻ്റെ അകത്ത് മുകളിൽ കയറി നിന്ന് എത്രമാത്രം ബാലൻസ് ഉണ്ടെങ്കിലാണ്. ആന അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഹെവി ആയിട്ടുള്ള ഈ ആലവട്ടം, വെഞ്ചാമരം ഇതൊക്കെ പിടിച്ച് മുകളിൽ നിന്ന് ഇത് താളത്തിനൊത്ത് വീശുക നിസ്സാര കാര്യമൊന്നുമല്ല. ഈ ചെറുപ്പക്കാരന് ആനപ്പുറത്ത് കയറി നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എത്ര ആയാസകരമായിട്ടാണ് അദ്ദേഹം ആനപ്പുറത്തേക്ക് ചാടിക്കയറിയത്. ഇനി വെയിറ്റുള്ള ആലവട്ടവും വെഞ്ചാമരവും പൊക്കിപ്പിടിച്ച് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുക, താളത്തിനൊത്ത് അത് വീശുക. അതിനുശേഷം സാവധാനം ആനപ്പുറത്ത് വീഴാതെ ഇരിക്കുക. ഇവരിൽ ആനപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുമ്പം ആനപ്പുറത്താണോ അതോ പാറപ്പുറത്താണോ ഇരിക്കുന്നത് എന്ന് തോന്നിപ്പോകും. പിന്നാമ്പുറത്തു നിന്നുള്ള ഈ കാഴ്ചയും അതിമനോഹരം. ഇത് ആലവട്ടങ്ങളെല്ലാം ഉയർന്നു നിൽക്കുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ വെഞ്ചാമരം, അതിൻ്റെ ഫ്രണ്ടിൽ മുത്തുക്കുട. ഇതാണ് എഴുന്നള്ളത്തിൻ്റെ ഒരു പിന്നാമ്പുറ കാഴ്ച. ആനപ്പുറത്ത് കയറുന്ന ഈ ചെറുപ്പക്കാർ അഭ്യാസികൾ മാത്രമല്ല, അവർ വളരെ ധൈര്യശാലികളുമാണ്. ചില സമയത്ത് ആന ഇടയുന്ന ദൃശ്യങ്ങളും മറ്റൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എത്ര ധൈര്യത്തോടു കൂടിയാണ് അവർ ആനപ്പുറത്തിരിക്കുന്നത്. ഇവരെ കുലുക്കി താഴെ ഇടാൻ ആന ശ്രമിക്കുന്നതായിട്ട് കാണാം. അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. അവർ ആനപ്പുറത്ത് തന്നെ ഇരിക്കുന്നു, ചങ്ങലയിലും മറ്റൊക്കെ പിടിച്ച്. ചില സമയത്ത് ഓടുമ്പോൾ എന്തെങ്കിലും ഒരു വൃക്ഷങ്ങളുടെ ശിഖരവും മറ്റൊക്കെ അതിൽ തൂങ്ങി അവർ രക്ഷപ്പെടും. അല്ലെങ്കിൽ ആന ശാന്തമാകുന്നിടം വരെ ആനപ്പുറത്ത് തന്നെ ഇരിക്കും. അപ്പോൾ ഈ പിന്നാമ്പുറത്ത് കാഴ്ചയിൽ ഈ ആനപ്പുറത്ത് കയറുന്നവർക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. വീണ്ടും കാണാം. ഗുഡ് ബൈ.